മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാഗർ ഉണ്ണിയെയും മഹാലക്ഷ്മിയും കണ്ടതിന് ശേഷം മുഖം മറച്ച് തോർത്തൊക്കെ മറച്ചിട്ടും വഴി മാറിയിട്ടും മാറി നിന്നിട്ടും ഒക്കെയാണ് കേട്ടോ. പക്ഷെ അവർ വിടണില്ല. മേസ്ത്രിമാർ വിളിച്ചിട്ട് കല്ല് കൊണ്ടുപോകാൻ പറയണം. അങ്ങനെ മുഖം മറച്ച് കല്ല് കൊണ്ടുപോകുമ്പോൾ തന്നെ ഉണ്ണി ആകെ കലിപൂണ്ടി നിൽക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മി വഴക്ക് പറഞ്ഞതിനെ തുടർന്ന് കലിപൂണ്ടി നിൽക്കുകയാണ്. അതേസമയം മുഖം മറച്ചിട്ട് ഒരാൾ പോകുമ്പോൾ എന്താടാ നീ തോർത്ത് മറച്ചിട്ട് പോകുന്നത്, ആ തോർത്തങ്ങൾ മാറ്റിയിട്ട് മുഖം മറച്ചിട്ട് പോയി എന്ന് പറഞ്ഞിട്ട് തോർത്തിന് വലിച്ചിങ്ങോട്ട് എടുക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ സാഗറയായിരിക്കും കാണുന്നത്. എന്താടാ നീ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ണി ഒരു ചവിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ സാഗറിന്. സാഗർ ആ കല്ലും എല്ലാം ആയിട്ട് സാഗർ ആകെ നിലത്ത് വീഴണം കേട്ടോ. നിലത്ത് വീണിട്ട് സാഗർ കൈകൂപ്പി പറയാണ്, ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തത് കാരണമാണ് ഞാനിവിടെ പണിക്ക് വന്നത്, അവിടുത്തെ ജോലിയും പോയി, അത് കാരണമാണ് ഉണ്ണി സാറേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം തന്നെ മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് എത്തുകയാണ്. മഹാലക്ഷ്മി ആകെ സ്തംഭിച്ച് പോവുകയാണ് കേട്ടോ. ഒരു നിമിഷം മഹാലക്ഷ്മിക്ക് സാഗറോട് സഹതാപം തോന്നുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ മേസ്ത്രിയോട് അവിടുത്തെ സൂപ്പർവൈസറോടും ഉണ്ണി ഇങ്ങനെ തട്ടിക്കയറാൻ കേട്ടോ. ഇയാൾ ആരാ ജോലിക്കെടുത്തത്, എന്തിനാ അവിടെ ജോലിക്കെടുത്തത്, അതല്ല എനിക്കറിയാം എന്നല്ല അങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ മേസ്ത്രി പറയുന്നുണ്ട്, ഇവിടെ ഒരാളുടെ ഒഴിവുണ്ടായിരുന്നു, അതാണ് ഇയാളെ എടുത്തത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതൊന്നും ഉണ്ണി കേൾക്കുന്നില്ല. ഉണ്ണി ആകെ മഹാലക്ഷ്മിക്ക് കിട്ടിയ കുരു അതിങ്ങനെ തട്ടിക്കളിക്കാനുള്ള ഏർപ്പാടാണ് കേട്ടോ. നീ എന്തിനാ ഉണ്ണി, അവനൊരു കൂലിക്കാരനാണല്ലോ, നിനക്ക് എവിടെയല്ലല്ലോ ജോലി, നിൻ്റെ ജോലി എവിടെയാണ്, നിനക്ക് ഓഫീസിലാണ്, നീ ഓഫീസിൽ പോയി ജോലി ചെയ്യേ എന്നിങ്ങനെ മഹാലക്ഷ്മി ഇങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ഉണ്ണിയാകെ കൈകൊട്ടി ചിരിക്കുകയാണ്, നല്ല കൈകൊട്ടുകയാണ്, എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പറയാണ്, ഏതായാലും കാര്യങ്ങളെല്ലാം അറിഞ്ഞു, എൻ്റെ ഒന്നും അറിയാത്ത മഞ്ജു ഒരു പൊട്ടിയാണ്, നിങ്ങളാണ് ഇവിടെ സാഗറെ കൂലിക്ക് വെച്ചിരിക്കുന്നത്, അതെന്തായാലും അറിയാം, ഇതൊന്നും അറിയാതെ മഞ്ജുവിന് കല്യാണം കഴിക്കാൻ പ്രേരിപ്പിച്ചത് നിങ്ങളാണ്, കാരണം നിങ്ങൾക്കിവിടെ ഇടയ്ക്ക് വന്ന് രഹസ്യബന്ധം നടത്താലോ, അതാണ് എന്നെല്ലാം പറഞ്ഞിട്ട് മഹാലക്ഷ്മി അങ്ങനെ കൊച്ചാക്കണവരുടെ മുമ്പിൽ കിട്ടും. മഹാലക്ഷ്മിക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ്. നിർത്തടാ, ഇനി മേലിൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കണ്ണേട്ടനെ വിളിക്കും, അല്ലെങ്കിൽ നിന്നെ ആൾക്കാരെ കൊണ്ട് ഇവിടുന്ന് പിടിച്ചിറക്കിപ്പിക്കും, അത് ഉറപ്പായ കാര്യമാണ്. എനിക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ സാഗറെ അവിടെ ഓഫീസിൽ പണി കൊടുക്കാതിരുന്നടാ, എനിക്ക് വേണ്ട കാര്യങ്ങളും ചെയ്യാം, ഞാൻ അത്തരത്തിലല്ല, ഇന്ന് നീ പറഞ്ഞത് പറഞ്ഞു, ഇനി മേലിൽ നീ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ നിൻ്റെ മുഖം അടിച്ച് ഞാൻ ഇവിടുന്ന് ഇറക്കി പറഞ്ഞയക്കും കേട്ടോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം സാഗറാകെ മഹാലക്ഷ്മിയോട് സോറി പറയണം, മാഡം ഞാൻ കാരണം മാഡത്തിന് ഇങ്ങനൊരു ചീത്തവാക്ക് കേൾക്കേണ്ടി വന്നു, സോറി എന്ന് പറയണം കേട്ടോ. ഏതായാലും മഹാലക്ഷ്മിക്ക് എന്തായാലും ഒരു കാര്യം തീരുമാനമായി. രാവിലെ അവിടെ തുണിക്കടയിൽ മഞ്ജുവിനെയും സാഗർ എവിടെയും കണ്ടപ്പോൾ അവരുടെ കാര്യം എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കണമെന്ന് മഹാലക്ഷ്മി തീരുമാനിക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഉണ്ണി നേരെ മേഘനാഥൻ്റെ അടുത്ത് പോവുകയാണ്. ഇന്ന് രാവിലെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും സാഗർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, സാഗർ നല്ല ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയണം കേട്ടോ. പിന്നീട് മഞ്ജു ഒരു തുണിക്കടയിൽ നിൽക്കുകയാണ് എന്ന് പറയാണ്. അതേസമയം മേഘനാഥൻ പറയുന്നുണ്ട്, ഞാനാടാ സാഗറിൻ്റെ ജോലി ഇല്ലാതാക്കിയത്, കഞ്ചാവ് കേസല്ലേ, ഇനി എന്തായാലും അവന് ജോലി ഉണ്ടാവില്ല, അതേപോലെ തന്നെ മഞ്ജുവിൻ്റെ ജോലി അവിടെ നിന്ന് ഇല്ലാതാക്കണം, ഏതായാലും അത് രണ്ടുപേരും ഇല്ലാതെ മേഘനാഥൻ്റെ കാൽച്ചുവട്ടിൽ വന്ന് മേഘേട്ടൻ്റെ കാൽച്ചുവട്ടിൽ അവൾ കരഞ്ഞുകൊണ്ട് വരണം എന്നിങ്ങനെ ഉണ്ണി ഇങ്ങനെ പറയണം കേട്ടോ. അതിന് വേണ്ട തരുക്കളൊക്കെ ഞാൻ തയ്യാറാക്കാം എന്നിങ്ങനെ മേഘനാഥനോട് പറയണം. മേഘനാഥൻ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം തോന്നുകയാണ്.